സംഭവം അറിഞ്ഞോ? പിള്ളേരെന്തോ ചാലഞ്ചായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് പൊട്ടിക്കാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഞാൻ റെഡി. ഞങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ റെഡി. പക്ഷേ നിങ്ങൾ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ വന്നിരിക്കണം. നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഇയാൾ തല്ലി വീഴ്ത്തുവോ? ഓ, ചിലപ്പോ നല്ലൊരു അടി കാണാം, അത്ര തന്നെ. ഫ്ലാഷ് ബാക്ക്. ചോദ്യം ഓജിയോടും ഓജിയുടെ മാനേജറും കൂടെ ആണ്. ആ പേര് പറയുന്നില്ല, കാരണം അടുത്തൊരു ഡിഫമേഷന് ഓപ്ഷൻ തരുന്നില്ല. 3 മാസത്തെ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ട് പബ്ലിക് ആക്കാൻ പറ്റും നിങ്ങൾക്ക്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. MDMA, കൊക്കൈൻ എന്നിവ കേന്ദ്ര നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിക്കുന്ന ലഹരികളാണ്. ഇവ രണ്ടും ഉപയോഗിക്കുമ്പോൾ ശരീരത്തിൽ പലതരം മാറ്റങ്ങൾ കാണിക്കും. ഇതെല്ലാം സുൻലോജി ഇന്നലെ കണ്ടക്ട് ചെയ്ത പ്രസ് മീറ്റിൽ സുൻലോജിയുടെ ശരീരത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. എന്തിന്? ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനാ. നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും, അല്ലെങ്കിൽ വല്ല ഡോക്ടർമാരോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതിൽ സിംറ്റംസിൽ ഒന്നാണ് കണ്ണിലെ കൃഷ്ണമണി വിശ്വസിക്കുക എന്നുള്ളത്. പിന്നെ മറ്റൊന്നാണ് ഡ്രൈ മൗത്ത്. വായിൽ ഒന്നില്ലെങ്കിലും വെറുതെ ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം. പല്ല് കടിക്കുക, താടിയെടുക്ക് മുറുക്കുക, ഇതെല്ലാം ഈ സിംറ്റംസിൽ വരുന്നതാണ്. ഈ സിംറ്റംസ് എല്ലാം സുൻലോജിയുടെ ബോഡി ലാംഗ്വേജിൽ ഇന്നലെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നീ എങ്ങാനും അമിതമായ സംസാരവും ആങ്സൈറ്റിയും കടുത്ത ഉത്കണ്ഠയും ഇതിൽ വരുന്ന സിംറ്റംസ് തന്നെയാണ്. എനിക്കും തോന്നിയത്. ഈ ഓപ്പൺ കോൾ ഔട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല നമുക്കറിയാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലോവിൻ കഴിഞ്ഞിട്ട് എത്ര നാളായി നമുക്ക് എല്ലാവർക്കും അറിയാലോ. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? പിന്നെ അഥവാ നിങ്ങളത് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നുള്ള ഈ പരിപാടി ഉണ്ടല്ലോ, അതങ്ങോട്ട് നിർത്തും ഞങ്ങൾ.